ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്വച്ഛതാ അഭിയാനിലൂടെ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണുണ്ടായതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശുചിത്വ യജ്ഞത്തിന്റെ ഫലമായി ശിശുമരണ നിരക്ക് കുറഞ്ഞതായും രാഷ്ട്രപതി. എംപോക്സ് നിപ രോഗബാധ സ്ഥിരീകരിച്ച മലപ്പുറത്ത് പ്രതിരോധ നടപടികൾ ഊർജിതം. രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശം. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായ വിതരണം ആരംഭിച്ചു. സമ്പൂർണ്ണ ജല ബജറ്റ് ജില്ലയെന്ന നേട്ടം കൈവരിച്ച് വയനാട്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ മാളവിക ബൻസോദ് ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്വച്ഛതാ അഭിയാൻ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശുചിത്വ യജ്ഞത്തിന്റെ ഫലമായി ശിശുമരണ നിരക്ക് കുറഞ്ഞതായും ശ്രീമതി മുർമു പറഞ്ഞു. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സഭായി മിത്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉജ്ജയിൻ ഇൻഡോർ 6 പാത പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിലും രാഷ്ട്രപതി ഓൺലൈനായി പങ്കെടുക്കും. ശ്രീ മഹാകാലേശ്വര ക്ഷേത്രം സന്ദർശിക്കുന്ന ശ്രീമതി മുർമു സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ ഭാഗമായി ക്ഷേത്ര പരിസരം ശുചിയാക്കും. മലപ്പുറത്ത് നിപ പ്രതിരോധ നടപടികൾ തുടരുന്നു. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് അവലോകന യോഗം ചേരും. മരിച്ച യുവാവിന്റെ അടുത്ത ബന്ധുക്കളുടേതുൾപ്പെടെ ഇന്നലെ 10 പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായിരുന്നു. സംസ്ഥാനത്ത് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കിയ ആരോഗ്യവകുപ്പ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ ഉൾപ്പെടെ രോഗലക്ഷണമുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത മലപ്പുറം ജില്ലയിൽ സമ്പർക്ക വിലക്ക്, സാമ്പിൾ ശേഖരണം, ചികിത്സ തുടങ്ങിയവ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും നടപടിക്രമം കൃത്യമായി പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം വൃക്ഷത്തൈ നടീൽ പ്രചാരണം ഊർജിതമാക്കി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ഇതുവരെ മന്ത്രാലയത്തിന്റെ വിവിധ ഫീൽഡ് ഓഫീസുകൾ വഴി 7000 വൃക്ഷത്തൈകൾ നട്ടു. സംസ്ഥാനത്തും സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമാണ്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായ വിതരണം ആരംഭിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളിലുമായി കഴിഞ്ഞ 450 പേർക്ക് 5000 രൂപ വീതം നൽകി. ബാക്കി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലഭിച്ചാലുടൻ വിതരണം ചെയ്യും. ആകെ 29,43,000 രൂപയാണ് വിലങ്ങാട് മേഖലയിൽ വിതരണം ചെയ്തത്. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി നാളെ മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേരളത്തിൽ നിന്ന് PC ചാക്കോയും തോമസ് K തോമസും ചർച്ചയിൽ പങ്കെടുക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചർച്ചയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടിയിൽ അത്തരം പ്രതിസന്ധികൾ ഒന്നുമില്ലെന്ന് ശ്രീ ശശീന്ദ്രൻ പ്രതികരിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യയിൽ പ്രാവർത്തികമാകില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗങ്ങൾ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ നിയമ കമ്മീഷന് മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും UDF നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് NK പ്രേമചന്ദ്രൻ MP പ്രതികരിച്ചു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ജല ബജറ്റ് ജില്ലയെന്ന നേട്ടം കൈവരിച്ച് വയനാട്. ജില്ലയിലെ 26 തദ്ദേശ സ്ഥാപനങ്ങളിലും 4 ബ്ലോക്കുകളിലും ജല ബജറ്റ് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ജല ബജറ്റ് പൂർത്തീകരിച്ച ജില്ലയായി വയനാട്. ഹരിത കേരള മിഷന്റെ റിസോഴ്സ് പേഴ്സൺമാരുടെയും തദ്ദേശ സ്ഥാപന തലത്തിലെ വോളണ്ടിയർമാരും വിവിധ വകുപ്പുകളിൽ നിന്നും മറ്റും ഫീൽഡ് പ്രവർത്തനങ്ങളുടെയും ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും ജലലഭ്യതയും ജലവിനിയോഗവും സംബന്ധിച്ച വിവരശേഖരണം നടത്തിയാണ് ജല ബജറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതെന്ന് നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ഓരോ പ്രദേശത്തിന്റെയും ജലസ്രോതസ്സുകളുടെ പരിപാലനം ഉറപ്പാക്കി വിവിധ ആവശ്യങ്ങൾക്ക് സുസ്ഥിരമായ ജലവിതരണം സാധ്യമാക്കുന്നതിന് ഏറെ സഹായകരമാണ് ജല ബജറ്റ്. കൃഷി, മൃഗസംരക്ഷണം, ഗാർഹികം, വ്യവസായം, വിനോദസഞ്ചാരം തുടങ്ങിയ വിവിധ മേഖലകൾക്ക് സഹായകരമായ അടിസ്ഥാന രേഖയായാണ് ജല ബജറ്റ് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്ക് തല പട്ടയമേള മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്കിലെ അർഹരായ കുടുംബങ്ങൾക്ക് മന്ത്രി പട്ടയം വിതരണം ചെയ്തു. ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ 123.56 കോടി രൂപയുടെ വിറ്റുവരവ്. സപ്ലൈകോ 14 ജില്ലാ ഫെയറുകളിൽ നിന്നും മാത്രം 4.03 കോടി രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത്. തിരുവനന്തപുരം ജില്ലാ ഫെയറിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. സപ്ലൈകോ പെട്രോൾ ബങ്കുകളിലെയും LPG ഔട്ട്ലെറ്റുകളിലെയും വിറ്റുവരവ് ഉൾപ്പെടാതെയുള്ള കണക്കാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. MSF പ്രവർത്തകനായിരുന്ന അരിയിൽ ഷുക്കൂറിന്റെ വധവുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കളായ P. ജയരാജൻ, TV രാജേഷ് എന്നിവർ സമർപ്പിച്ച വിടുതൽ ഹർജി കൊച്ചിയിലെ CBI പ്രത്യേക കോടതി തള്ളി. ഗൂഢാലോചനയിൽ ഇരുവരുടെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും ഉണ്ടെന്ന വാദം കൂടി കണക്കിലെടുത്താണ് കോടതി നടപടി. 2012 ഫെബ്രുവരിയിലാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത്. കൊല്ലം ശാസ്താംകോട്ട കാർ അപകടത്തിൽ പിടിയിലായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ ശാസ്താംകോട്ട കോടതി തള്ളി. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ ഇന്നാണ് വാദം. ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ ശ്രമം. സംസ്ഥാനത്തിന്റെ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള കേരളത്തിന്റെ ഇൻഡസ്ട്രിയൽ റോഡ് ഷോ ഇന്ന് ബംഗളൂരുവിൽ. 2025 കേരളം സംഘടിപ്പിക്കുന്ന ആഗോള നിക്ഷേപ സമ്മേളനത്തിന് മുന്നോടിയായാണ് റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള നിക്ഷേപകർ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ റോഡ് ഷോ സംഘടിപ്പിച്ചു വരികയാണ്. പ്രൊഫസർ N. കൃഷ്ണപിള്ളയുടെ 108ാം ജന്മവാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ സഹകരണത്തോടെ ഈ മാസം 22ാം തീയതി വരെ വിവിധ കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരം നന്ദാവനത്തുള്ള N. കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ. പ്രകൃതിയൊരുക്കിയ മനോഹര കാഴ്ചകളുടെ പറുദീസയാണ് ഇടുക്കി. ഇത്തവണ ഓണക്കാലത്ത് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവോണത്തിന് ദിവസങ്ങൾ മുമ്പ് മുതൽ തന്നെ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 9 മുതൽ ഇതുവരെ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ 100,000-ഓളം ആളുകളാണ് സന്ദർശനം നടത്തിയത്. തിരുവോണ ദിനം മാത്രം 33,000-ലധികം സന്ദർശകരെത്തി. DTPCയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മാത്രം 12 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇടുക്കിയിലുണ്ട്. 1,00,000-ഓളം ആളുകളെത്തിയ വാഗമണ്ണിന്റെ ദൃശ്യ സൗന്ദര്യം ആസ്വദിക്കാനായിരുന്നു സഞ്ചാരികളുടെ ഒഴുക്ക്. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലും മാട്ടുപ്പെട്ടിയിലും രാജമലയിലും തിരക്ക് ദൃശ്യമായിരുന്നു. പാഞ്ചാലിമേട്, രാമക്കൽമേട്, ഇടുക്കി ഹിൽവ്യൂ പാർക്ക്, ശ്രീനാരായണപുരം, അരുവിക്കുത്ത്, മലങ്കര ജലാശയം, തൊമ്മൻകുത്ത് എന്നിവിടങ്ങളും സന്ദർശിച്ചാണ് മിക്കവരും മടങ്ങിയത്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ മാളവിക ബൻസോദ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. സ്കോട്ട്ലൻഡിന്റെ ക്രിസ്റ്റി ഗിൽമോറിനെ പരാജയപ്പെടുത്തിയാണ് മാളവികയുടെ മുന്നേറ്റം. നാളെ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ മാളവിക ജാപ്പനീസ് താരം അകാനെ യമാഗുച്ചിയെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ബംഗ്ലാദേശ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 27.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസ് നേടി. ഈ മാസം 27-ന് കാൺപൂരിലാണ് രണ്ടാം ടെസ്റ്റ്. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ഹൈദരാബാദ് FCയെ നേരിടും. രാത്രി 7:30-ന് ബംഗളൂരുവിലാണ് മത്സരം. അണ്ടർ 17 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് നാളെ തുടക്കമാകും. നാളെ നടക്കുന്ന ഗ്രൂപ്പ് മത്സരത്തിൽ ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളി. 24-ന് മാലദ്വീപിനെതിരെ ഇന്ത്യ മത്സരിക്കും. 30-നാണ് ഫൈനൽ. ലക്ഷദ്വീപിൽ നടപ്പിലാക്കുന്ന ദിശ പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുന്നതിനായി ഹംദുള്ള സെയ്ദ് MPയുടെ അധ്യക്ഷതയിൽ കവരത്തി സെക്രട്ടേറിയറ്റിൽ പ്രത്യേക യോഗം ചേർന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നിവ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് യോഗം വിലയിരുത്തി. ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ ഇരട്ടയാർ ടണലിന് സമീപം ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു. ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഇരട്ടയാർ ചേലക്കൽ കവലയിൽ ബന്ധുവീട്ടിലെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ശാന്തിഗിരി ആശ്രമത്തിൽ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ആത്മീയ അവസ്ഥാ പൂർത്തീകരണം അനുസ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങായ പൂർണ്ണ കുംഭമേള നാളെ നടക്കും. താമര പർണശാലയിൽ ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വിയും ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയും ചേർന്ന് ആശ്രമകുംഭം നിറച്ചതോടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തുടക്കമായി. നാളെ വൈകിട്ട് 4-ന് കുംഭഘോഷയാത്ര നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്വച്ഛതാ അഭിയാനിലൂടെ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണുണ്ടായതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശുചിത്വ യജ്ഞത്തിന്റെ ഫലമായി ശിശുമരണ നിരക്ക് കുറഞ്ഞതായും രാഷ്ട്രപതി. എംപോക്സ് നിപ രോഗബാധ സ്ഥിരീകരിച്ച മലപ്പുറത്ത് പ്രതിരോധ നടപടികൾ ഊർജിതം. രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശം. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായ വിതരണം ആരംഭിച്ചു. സമ്പൂർണ്ണ ജലബജറ്റ് ജില്ലയെന്ന നേട്ടം കൈവരിച്ചു വയനാട്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ മാളവിക ബൻസോദ് ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.